ഹലോ എവ്രി വൺ വെൽക്കം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് CCR നെറ്റിൽ വരുന്ന ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിപ്പീറ്റഡ്ലി വരുന്നതെന്നുള്ളത്. ഫ്യൂവേഴ്സിലെ നമ്മൾക്ക് കുറച്ച് ലാസ്റ്റ് ഫ്യൂവേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ റിപ്പീറ്റഡ്ലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്. അപ്പൊ അതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെ ഇതിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് നാണസ്റ്റ് ഇക്വേഷൻ. എന്താണ് നാണസ്റ്റ് ഇക്വേഷൻ? E equal to E cell is equal to E naught minus 0.0591 divided by N log of product divided by reactant. ഇത് നമുക്ക് ഒരു ഇക്വേഷൻ സെൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് പ്രോഡക്റ്റ് സൈഡിൽ വരുന്നത് റിയാക്ഷൻ സൈഡിൽ വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയണം. ഇതൊക്കെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലിന്റെ വാല്യൂ കിട്ടും. ഇതിൽ 0.0591 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വന്നത് ടെമ്പറേച്ചർ 298 കെൽവിൻ പുട്ട് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ടെമ്പറേച്ചർ വരുമ്പോൾ ഈ കോൺസ്റ്റന്റ് വാല്യൂ മാറുന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി ഇതിൽ നിന്ന് ഈ സെല്ല് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് ആക്ടിവിറ്റി തന്നിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് തരും, ഗാമ പ്ലസ് ഓർ മൈനസ് തരും. എന്നിട്ട് നിങ്ങളോട് ഈ സെല്ല് ചോദിക്കുക. ആ സമയത്ത് നമ്മൾ കോൺസെൻട്രേഷന് പകരം ആക്ടിവിറ്റി ഓഫ് പ്രോഡക്റ്റ്, ആക്ടിവിറ്റി ഓഫ് റിയാക്ടന്റ് എന്നുള്ള ടേമിൽ ഇതിനെ മാറ്റി എഴുതേണ്ടി വരും. അപ്പൊ ആക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എക്സ് ബി വൈ കാണാനുള്ള ഇക്വേഷനും നമ്മൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. എക്സ് റേസ് ടു എക്സ്, വൈ റേസ് ടു വൈ, അതുപോലെ ഗാമ പ്ലസ് ഓർ മൈനസ് മീൻ അയോണിക് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, കോൺസെൻട്രേഷൻ സി റേസ് ടു എക്സ് പ്ലസ് വൈ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചതാണെങ്കിൽ ഇതൊക്കെ ഇക്വേഷൻസ് ഓർമ്മയിൽ വരുന്നുണ്ടാവും. അപ്പൊ ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ആക്ടിവിറ്റി നമുക്ക് പ്രോഡക്റ്റിൽ ഏതാണോ തന്ന ഇലക്ട്രോലൈറ്റ് അതിന്റെ ആക്ടിവിറ്റി നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അത് അവിടെ പുട്ട് ചെയ്ത് കൊടുത്ത് ലോഗ് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇ സെൽ ഫ്രം 2-3 ഇക്വേഷൻസ്, അതായത് 1-2 ഇക്വേഷൻസ് തരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇ സെൽ ഓഫ് അല്ലെങ്കിൽ ഇ നോട്ട് അല്ലെങ്കിൽ ഇ സെൽ ഓഫ് Fe2+ നിന്ന് Feയിലേക്ക് പോകുന്ന റിഡക്ഷന്റെ ഒരു വാല്യൂ തരും. അതുപോലെ Fe3+ നിന്ന് Fe2+ പോകുന്നതിന്റെ വാല്യൂവും തരും. എന്നിട്ട് നിങ്ങളോട് മൂന്നാമതായിട്ട് ചോദിക്കുക Fe3+ നിന്ന് Feയിലേക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. അത് നമുക്ക് ഈ ലെറ്റിമർ ഡയഗ്രം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ ജി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഡെൽറ്റ G3 ഈക്വൽ ടു ഡെൽറ്റ G1 പ്ലസ് ഡെൽറ്റ G2. അതിൽ നിന്ന് എന്നും എഫും നമ്മുടെ മൈനസ് ചാർജ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടാറുണ്ട്? N3E3 ഈക്വൽ ടു N2E2 പ്ലസ് N1E1 എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ഏതാണോ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് നമുക്ക് കണ്ടുപിടിക്കാം. E3 ആണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. E2 ആണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാവും. E1 ആണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട്. അതുപോലെ കാൽക്കുലേഷൻ ഓഫ് കെ ഇക്വിലിബ്രിയം കാണാനുള്ള ഇക്വേഷൻ E നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് 0.0591 N ലോഗ് കെ ഇക്വിലിബ്രിയം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കെ ഇക്വിലിബ്രിയത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ്, ഡെൽറ്റ ജി ഒക്കെ കാണേണ്ട ഇക്വേഷൻ. ഡെൽറ്റ ജി ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ മൈനസ് NF ഇ സെൽ ആണ്. അതുപോലെ ഡെൽറ്റ എസ് കാണാനാണെങ്കിൽ NF ഡോ ഇ ബൈ ഡോ ടി ആണ്. ഓക്കെ. ഡെൽറ്റ എച്ച് കാണാനാണെങ്കിൽ ഡെൽറ്റ എച്ച് കാണേണ്ട ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് NF ടി ഡോ ഇ ബൈ ഡോ ടി മൈനസ് ഇ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ നോട്ട് കാണാൻ കോൾറാഷ് ലോ ഉപയോഗിച്ചിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ട് കാണാനുള്ള നമ്മൾ കുറെ എക്സാമ്പിൾസും പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൾറാഷ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ്. അതുപോലെ ഡിബൈ-ഹക്കൽ ലിമിറ്റിംഗ് ലോ, അതായത് ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു -a മോഡ് z പ്ലസ് z മൈനസ് റൂട്ട് ഐ എന്ന് പറഞ്ഞ അയോണിക് സ്ട്രെങ്ത്. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗ്രാഫ്സ് ചോദിക്കാം. അതുപോലെ ഇപ്പം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് അയോൺസിന്റെ റിയാക്ഷൻ ഫേസ്, അതായത് ലിക്വിഡ് ഫേസിൽ അയോൺസിന്റെ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ വാല്യൂ കാണാൻ KR ആണ് റിയാക്ടന്റ് റേറ്റ് കോൺസ്റ്റന്റ്. KR ബൈ KR നോട്ട് ഇസ് ഈക്വൽ ടു 2a ZB റൂട്ട് ഐ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് ബൈമോളിക്കുലാറിന്റെ വരിക. ഇനി ടെർമോളിക്കുലാർ ആണെങ്കിൽ 3 എണ്ണം അയോൺസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? 2a ZA ZB പ്ലസ് ZA ZG പ്ലസ്
ZB ZC√I ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഡീബൈ-ഹക്കൽ ലിമിറ്റിംഗ് ലോന് ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അയോൺസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് ഫേസിൽ വരുമ്പോൾ. ഇത് നമ്മളെ കൈനറ്റിക്സും ഇലക്ട്രോ കെമിസ്ട്രിയും കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ് ZA ZB√I ഒക്കെ വരുന്നത്, അയോണിക് സ്ട്രെങ്ത് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുന്നല്ല ഉദ്ദേശിച്ചത്. ഇതായിരിക്കും അവർ റിപ്പീറ്റഡ് ആയിട്ട് അവർ എടുക്കുന്ന ടോപ്പിക്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഇതിലല്ലാതെ നിങ്ങളോടൊന്ന് കുഴക്കണം എന്നുണ്ടെങ്കിൽ അവരൊന്ന് നിങ്ങളൊന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പെടാത്ത ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ കണ്ടക്ടൻസ് കാണാനുള്ള കപ്പ, അതുപോലെ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കാണാനുള്ള KSP കാണാനുള്ള, അത് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാമായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഗ്രൂപ്പ് തിയറിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ് പഠിക്കുന്നത്. ഡിഫറെന്റ് പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. D4H ഉണ്ട്, D3H ഉണ്ട്, D3D ഉണ്ട്, ഒക്ടാഹെഡ്രൽ ഉണ്ട്, ടെട്രാഹെഡ്രൽ ഉണ്ട്, C2V ഉണ്ട്, C3V ഉണ്ട്. വാട്ടർ ആണെങ്കിൽ C2V ആണെന്ന് അറിയാം, C3V എന്ന് പറയുമ്പോൾ നമ്മുടെ പിരമിഡൽ സ്ട്രക്ചർ ആയിട്ടുള്ള അമോണിയ ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് ഗ്രൂപ്പ്സ് ചോദിക്കും. അപ്പൊ അവര് നമുക്ക് പരിചയമില്ലാത്ത ഒരു പോയിന്റ് ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നാഫ്തലീന്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവരൊരു ഫിഗർ തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെക്സൈനെ നമ്മൾ ഇതുപോലെ വരയ്ക്കാറില്ല, ഇപ്പൊ സൈക്ലോബ്യൂട്ടാനാൻ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. അതുപോലെയുള്ള ചില ഷേപ്സ് തരും, മോളിക്യൂൾസ് അല്ലാതെ ഷേപ്സ് തരും മോളിക്യൂളിന്. ഇപ്പൊ ഇതന്നെ എന്താ CH2 അല്ലേ, അതുപോലെ ഡിഫറെന്റ് ഷേപ്സ് തന്നിട്ട് അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് മെയിൻ ആയിട്ട് GOT, അതായത് ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം ഉണ്ട്, അതിന്റെ പോസ്റ്റ്ലേറ്റ്സ്. ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ ടേബിൾ ഒക്കെ ഫോം ചെയ്ത് വരുന്നത്. അപ്പൊ ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറത്തിന്റെ പോസ്റ്റ്ലേറ്റ്സ് അവർ കുറെ തരും. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ക്യാരക്ടർ ടേബിളിൽ നിന്ന് നിങ്ങളോട് നമ്പർ ഓഫ് മോഡ്സ്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ, പിന്നെ വൈബ്രേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷന് അനുസരിച്ച് വരുന്ന മോഡ് ഏതാണെന്ന് ക്യാരക്ടർ ടേബിളിൽ നിന്ന് ചോദിക്കാം. അതുപോലെ അലൗഡ് ട്രാൻസിഷൻ ഏതാ, ഫോർബിഡൻ ട്രാൻസിഷൻ ഏതാ, അത് എക്സ്പ്ലോറൈസ്ഡ് ആണോ, ബൈപോളറൈസ്ഡ് ആണോ, സെഡ് പോളറൈസ്ഡ് ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. പിന്നെ നമ്മുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ, നമ്മൾ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷനൊക്കെ മാറ്റുന്നത്, അത് ഓർഡർ വെച്ചിട്ട് നമ്മൾ അത് മാറ്റുന്ന ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പ് തിയറി പഠിച്ചവരാണെങ്കിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ടോപ്പിക് നമ്മൾ ഒഴിവാക്കരുത്. മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. IR ആക്റ്റീവ് മോഡ് ഏതാണ്, രാമൻ ആക്റ്റീവ് മോഡ് ഏതാണ്, ഇത് രണ്ടും ആക്റ്റീവ് ആയിട്ടുള്ള മോഡ്സ് ഉണ്ടോ ക്യാരക്ടർ ടേബിൾ വെച്ചിട്ട് ഈ ഒരു മോളിക്യൂളിന്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി സർഫസ് കെമിസ്ട്രി പോളിമേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തന്നെ പഠിച്ച് തീരുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത്. ഇതിൽ സർഫസ് കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് ലാങ്മെയർ അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ലാങ്മെയർ പറയുന്നത് മോണോലെയറിൽ മാത്രമാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റ എച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് അഡ്ജസെന്റ് സൈറ്റ് ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് അടുത്തുള്ള സൈറ്റ് ഒക്യുപ്പൈഡ് ആണോ അൺഒക്യുപ്പൈഡ് ആണോ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ടെമ്പറേച്ചറിന്റെ ഇതിങ്ങനെയാണ് വരുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് പറയത്തില്ല. അങ്ങനെയുള്ള കുറെ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട് ലാങ്മെയറിന്റെ. ആ ലാങ്മെയറിന്റെ പോസ്റ്റ്ലേറ്റ്സ് തന്നിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണ്, ഇതിൽ പെടുന്നത് ഏതാ പെടാത്തത് ഏതാ അങ്ങനെ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് തീറ്റ കാണാനുള്ള KP/1 + KP. ഇനി ഇത് ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, KP⁻1/n / 1 + KP⁻1/n. ഈ 1/n എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് അറ്റോമിസിറ്റി ആണ്. അറ്റോമിസിറ്റി അല്ലെങ്കിൽ നമ്മൾ H2 മോളിക്യൂൾ ആണെങ്കിൽ H2 2 ഹൈഡ്രജൻ ആയിട്ട് ഇതുപോലെ ആയിട്ടായിരിക്കും സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ n ന്റെ വാല്യൂ ഇവിടെ 2 ആണ്, ഓക്സിജൻ ആണെങ്കിൽ 3 ആണ്. അങ്ങനെ n ന്റെ വാല്യൂ മാറും. ഇനി തിരിച്ചാണെങ്കിലോ KP = θ/1 - θ⁻n. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇൻഹിബിഷൻ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് തന്നതെങ്കിൽ, ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇപ്പോൾ ഹൈഡ്രജനും നൈട്രജനും മോളിക്യൂൾസ് വന്നിട്ട് അഡ്സോർബ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മളെ പ്രോഡക്റ്റ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കൂടാതെ വേറൊരു ഏതെങ്കിലും ഒരു ഗ്യാസും കൂടി ഇതിന്റെ അടുത്ത് അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ റിയാക്ടന്റിന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു സാധനം ഇമ്പ്യൂരിറ്റി പോലെ വന്നിരിക്കുക. അത് ഇൻഹിബിഷൻ എന്ന് പറയാം. ഇൻഹിബിഷൻ നടക്കുമ്പം ഈ വാല്യൂവിൽ എന്താണ് വ്യത്യാസം വരിക, ഇൻഹിബിഷൻ നടക്കുകയാണെങ്കിൽ KP/θA/1 - θA - θB എന്നുള്ള റിലേഷൻ വരും. ഈ θA ഉദ്ദേശിച്ചത് നമ്മുടെ റിയാക്ടന്റ് ഏതാണോ അത്, ഈ B ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻഹിബിഷൻ നടക്കുന്ന ഇമ്പ്യൂരിറ്റി ഏതാ, അത് എത്ര സർഫസ് സൈറ്റ് എത്ര ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, അതാണ് θB വാല്യൂ. θA എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്ടന്റ് എത്ര, നമുക്ക് ആവശ്യമുള്ള ആൾ എത്ര ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇപ്പൊ എത്ര മാത്രം ഇൻഹിബിഷൻ വരുന്നോ അത്രയും മൈനസ് ചെയ്ത് പോവാം.
അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻസും അവർ ചോദിക്കും. ചില റിയാക്ഷൻസ് തന്നിട്ട് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദിക്കുക, റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദിക്കുക. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് ചോദിക്കും. റേറ്റ് കാണാനാണെങ്കിൽ എന്താ, റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് ചോദിക്കുക. അപ്പൊ റിയാക്ടന്റിന്റെ ഇവിടെ ഓക്യുപ്പൈഡ് സൈറ്റ് ആണ്. അപ്പൊ തീറ്റയും തീറ്റ ബി എന്നൊക്കെയാണ് വരിക, അല്ലെങ്കിൽ പ്രഷർ ഓഫ് ദി പാർട്ടിക്കിൾ ആണ് വരിക. അപ്പൊ ആ രീതിക്ക് നമ്മളത് മാറ്റി എഴുതും. ഇവിടെ നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് പഠിച്ചതാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റിലേഷൻ ആണ്. ഇനി പോളിമേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ പിന്നെ അതുപോലെ ലാങ്മയർ അഡ്സോർപ്ഷൻ ഐസോത്തോം പോലെ തന്നെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ബി ടി തിയറം. ബി ടി പൊതുവെ മുന്നേ ചോദിക്കാറില്ല, പക്ഷെ ബി ടിന്ന് ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബി ടി തിയറത്തിൽ നമുക്കൊരു ഐ തിങ്ക് 1 2 3 4 ഗ്രാഫ്സോളം വരുന്നുണ്ട്. 1 2 3 4 5 ഗ്രാഫ്സോളം നമുക്ക് ബി ടി തിയറത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഗ്രാഫ്സ് വെച്ചിട്ട് അത് ഏതിനൊക്കെയാണ് ഏതൊക്കെ ഗ്രാഫ്സ് ഏതിനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം ബി ടിയിലെ സ്ലോപ്പും ഇതും വെച്ചിട്ട് നമ്പർ ഓഫ് എത്ര അഡ്സോർപ്ഷൻ സൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫ് തരും ബി ടിയുടെ. അതിൽ നിന്ന് നിങ്ങളോട് സ്ലോപ്പും ഇതൊക്കെ തരും, സ്ലോപ്പും ഇന്റർസെപ്റ്റ് ഒക്കെ തരും. എന്നിട്ട് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും, അല്ലെങ്കിൽ വോളിയം VM കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. അത് കാണണമെങ്കിൽ 1 സ്ലോപ്പ് പ്ലസ് ഇന്റർസെപ്റ്റ് ചെയ്താൽ വിഎമ്മിന്റെ വാല്യൂ കിട്ടും ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ബി ടിയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് 2 ടോപ്പിക് ഉണ്ട്, അതും കൂടി നോക്കി വെക്കാം. പിന്നെ പോളിമേഴ്സിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് അവര് ആവറേജ് മോളിക്കുലാർ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ MN, വെയിറ്റ് നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, Z ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, ഇതൊക്കെ കാണാൻ ഇക്വേഷൻസ് ഉണ്ട്. ഇത് നോക്കി വെച്ചേക്കാം. പിന്നെ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ കാണാൻ വേണ്ടി P കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക്സും പോളിമറും കൂടി ഒരുമിച്ച് നമ്മൾ വരുന്ന ടോപ്പിക്, അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രാക്ഷൻ ഓഫ് പോളിമർ N-ഉം P-യും തമ്മിലുള്ള റിലേഷൻ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അതും നമ്മുടെ പോളിമേഴ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചവരാണെങ്കിൽ ഇതൊക്കെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്സിൽ കുറച്ചും കൂടി സ്ട്രെസ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇതിലും ചില സമയത്ത് ക്വസ്റ്റ്യൻസ് വരാണ്ട്. ബേസിക് ടൈട്രേഷൻ തരും, ആ ബേസിക് ടൈട്രേഷൻ ചോദിച്ചിട്ട് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് ഇതിന്റെ ഫൈനൽ മൊളാരിറ്റി എത്രയാണ്, നോർമാലിറ്റി എത്രയാണ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കെമിക്കൽ ഇക്വേഷൻസ്, തെർമോ കെമിസ്ട്രിന്ന് കുറച്ച് ഇക്വേഷൻസ് തരും. ഫോർ എക്സാമ്പിൾ കമ്പഷൻ തരും. കമ്പഷൻ ചെയ്തിട്ട് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഇതിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഓഫ് പ്രോഡക്റ്റ് ആണ് ഇത് ഉണ്ടായത്, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പം നമുക്ക് 1 മോൾ ആണെങ്കിൽ 22.4 ലിറ്റർ ആയിരിക്കും അതിന്റെ വോളിയം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ജനറൽ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കുറെ ഉണ്ടാവുന്നല്ല, 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വരുന്ന മെയിൻ ടോപ്പിക് കൈനറ്റിക്സ് എന്നാണ്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷന്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും മെയിൻ വരിക. അതും ഹാഫ് ലൈഫ് മെത്തേഡ് നമുക്ക് അറിയുന്ന റിലേഷൻ ഉണ്ട്. ഹാഫ് ലൈഫ് T½ is inversely proportional to നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദി പവർ N. N എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും, N എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഇതിൽ നമുക്ക് 2 ഹാഫ് ലൈഫും തരും, 2 കോൺസെൻട്രേഷൻ തരും. അതിൽ നിന്ന് നമ്മൾ N-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ N-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. N-1 ആണ്, N-1. അപ്പൊ ഇവിടെ 0 ആണ് നമ്മുടെ ഓർഡർ എങ്കിൽ 0 - 1, അപ്പൊ -1. അപ്പൊ അത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായി, A0 ആയി. ഇപ്പൊ T½ is directly proportional to A0 ആണ് നമ്മുടെ 0 ഓർഡർ റിയാക്ഷനിൽ. ഇനി ഇവിടെ നമ്മൾ ഇവിടെ N=1 പറ്റത്തില്ല, കാരണം നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് T½ ഇൻഡിപെൻഡന്റ് ഓഫ് A0 ആണ്. ഇനി അതുപോലെ ഇവിടെ 2 വരികയാണെങ്കിൽ ഇവിടെ 2 വരാൻ 2 - 1, അപ്പൊ 1/A0. T½ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0 ആണ് ഫോർ ദ കേസ് ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് N-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് അറീനിയസ് ഇക്വേഷൻ ആണ്. അറീനിയസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. K = A × e⁻ EA/RT. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് EA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്താണോ അത്. അതുപോലെ 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് ln K2/K1 is equal to EA/R ln 1/T1 minus 1/T2. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തരും. EA കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ എഫക്റ്റീവ് റേറ്റ് കോൺസ്റ്റന്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 K2/K3 ആണെങ്കിൽ നമ്മുടെ E ഓവറോൾ എത്ര വരും? എഫക്റ്റീവ് E എന്ന് പറയുന്നത് E1 പ്ലസ് E2 മൈനസ് E3 എന്ന് വരും. അതായത് ഇവിടെ ഏതൊക്കെയാണോ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് അതിനെ നമ്മൾ പ്ലസ് ആക്കി എഴുതും, ഡിവൈഡഡിലുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി എഴുതും.
അതിനുശേഷം നമുക്ക് E1, E2, E3 ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈ എഫക്റ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരില്ല. എന്തെങ്കിലും ഒരു ഇക്വേഷൻ തരും, അതായത് കെമിക്കൽ റിയാക്ഷൻ തരും, അതിൽ നിന്ന് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം ഈ എഫക്റ്റീവ് കാണേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. പിന്നെ 2 ഇക്വേഷൻ തരും, അത് കമ്പയർ ചെയ്യണം. ഇതുപോലെ ലോഗ് കേക്ക് പകരം ലോഗിന്റെ ടേമിൽ തരും, അതുപോലെ അടുത്ത ലോഗിന്റെ ടേമിൽ തരും. അതിൽ ഇഎയും ഇഎന്റെ റിലേഷൻ ചോദിക്കാം, അവര് തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം, 2 റിലേഷൻ തന്നിട്ട്. പിന്നെ നമുക്ക് വരുന്നത് അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ടി എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്. ടി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റൻസ്, എ അബ്സോർബൻസ്. അപ്പം ഇതിൽ അതുപോലെ അബ്സോർബൻസ് ഈക്വൽ ടു എപ്സൈലോൺ സി എൽ. ഇത് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അബ്സോർബൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അബ്സോർബൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. 2 അബ്സോർബൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്, അതിനെ ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. തിരിച്ച് അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു അബ്സോർബൻസ് A1 A2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? A1 എഫക്റ്റീവ് വരുന്നത് നമ്മൾ അഡിറ്റീവ് ആണ്. ട്രാൻസ്മിറ്റൻസ് എപ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. 2 ട്രാൻസ്മിറ്റൻസ് ഉണ്ട്, 2 സൊല്യൂഷൻസ് ഉണ്ട്, 2നെയും കൂടി മിക്സ് ചെയ്തു മൂന്നാമത്തെ സൊല്യൂഷൻ ട്രാൻസ്മിറ്റൻസ് ചോദിച്ചു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2നെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അബ്സോർബൻസ് കാണണമെങ്കിൽ 2 സൊല്യൂഷന്റെ അബ്സോർബൻസ് നമുക്ക് ആഡ് ചെയ്യാം. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ വരുന്നത് എൻസൈം കൈനറ്റിക് കറ്റാലിസിസിലെ മൈക്കൽ മെന്റൻ ഇക്വേഷൻസ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് R ഈക്വൽ ടു R മാക്സ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് കെ എം എന്ന് പറയുന്ന ഇക്വേഷൻസിൽ നിന്നാണ് മൈക്കൽ മെന്റൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. 1/R ഈക്വൽ ടു 1/R മാക്സ് പ്ലസ് കെ എം ബൈ എസ് എന്നുള്ള ഇക്വേഷൻ, കെ എം ബൈ എസ് എന്നുള്ള ഇക്വേഷൻസിലേക്ക് വരും. കെ എം ബൈ ആർ മാക്സ് ഇൻറ്റു എസ് എന്നുള്ള ഇക്വേഷൻസിലേക്ക് വരും. ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ട് അതിന്റെ ഗ്രാഫ് വരും. ആ ഗ്രാഫ് ഇതുപോലെയാണ് വരിക. ഇങ്ങനെ ഗ്രാഫ് വരുമ്പോൾ അതിന്റെ സ്ലോപ്പ് ഏതാ, അതിന് ഇന്റർസെപ്റ്റ് ഏതാ എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഇതിന് ഇന്റർസെപ്റ്റ് 1/R മാക്സ് ആണ് വരിക, അതുപോലെ സ്ലോപ്പ് കെ എം ബൈ ആർ മാക്സ് ആണ് വരിക. അപ്പൊ 1/R വേഴ്സസ് 1/R വേഴ്സസ് 1/S ഗ്രാഫിൽ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് തന്നിട്ട് അതിന്റെ സ്ലോപ്പും ഇന്റർസെപ്റ്റും ചോദിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ആർ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, ചിലപ്പം കെ എം മൈക്കൽ മെന്റൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറെ മുന്നേ വരെ ഇത് എപ്പോഴും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെന്താക്കി മാറ്റി മറിച്ച് ചില സമയത്ത് ചോദിക്കും, ചില സമയത്ത് ചോദിക്കില്ല. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും എൻസൈം കറ്റാലിസിസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്. സോളിഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ല് റോ കാണുന്ന ഇക്വേഷൻ ZM ഡിവൈഡഡ് ബൈ NA ഇൻറ്റു A ക്യൂബ്. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് പൊതുവെ ഗേറ്റിലാണ് ഇക്വേഷൻസ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പം നമുക്ക് നെറ്റിലും കാൽക്കുലേറ്റർ തരുന്നത് കൊണ്ട് ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബ്രാഗ്സ് ഇക്വേഷൻ 2D സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ വെച്ചിട്ടുള്ള ഇക്വേഷൻ. ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് 2θ ക്വസ്റ്റ്യനിൽ തരും, തീറ്റ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അത് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ മൊത്തം തെറ്റും. ഓക്കെ, അതിൽ നിന്ന് ചിലപ്പോൾ ലാംഡ ചോദിക്കാൻ, കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാം. ഡി ഇപ്പൊ ക്യൂബിക് ആണെങ്കിൽ a/√h² പ്ലസ് k² പ്ലസ് L² എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുമ്പോൾ 2r പ്ലസ് ആയിരിക്കും, 2r ആയിരിക്കും. അങ്ങനെ r കണ്ടുപിടിക്കാം. യൂണിറ്റ് സെൽ ലെങ്ത് എ കണ്ടുപിടിക്കാം, ഡി കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ഈ ഒരു ബ്രാഗ്സ് ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ ഇമ്പോർട്ടന്റ് വരുന്ന വേറൊരു ഇതാണ് അലൗഡ് ആൻഡ് ഫോർബിഡ് ഡൈഫ്രാക്ഷൻസ്. BCC വരുമ്പോഴാണെങ്കിൽ, FCC വരുമ്പോഴാണെങ്കിൽ, SCC വരുമ്പോൾ എല്ലാം അലൗഡ് ആണ്. BCCയിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഈവൺ ആയിട്ടിരുന്നാൽ മതി. FCCയിലാണെങ്കിൽ അതുപോലെ ഏതൊക്കെയാണ് വരുന്നത് ഓൾ ഓഡ് അല്ലെങ്കിൽ ഓൾ ഈവൺ ആ ഒരു കേസിൽ, അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള അലൗഡ് ആൻഡ് ഫോർബിഡൻ ഡൈഫ്രാക്ഷൻസ് വരും. HKLന്റെ വാല്യൂ നോക്കിയിട്ട്, HKL ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അലൗഡും ഫോർബിഡൻ ഡൈഫ്രാക്ഷൻസ് പറയാറുണ്ട്. അപ്പൊ അതും നോക്കി വെച്ചേക്കണം സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ. ഇനി അടുത്തത് തെർമോഡൈനാമിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പിക്സ് പറയുകയാണെങ്കിൽ, മാക്സ്വെൽ റിലേഷൻസ് കാണാൻ നമ്മൾ മാക്സ്വെൽ സ്ക്വയർ വരച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാക്സ്വെല്ലിന്റെ 16 റിലേഷൻസ് പഠിക്കാൻ വേണ്ടി പറ്റും. GP good people have studied under very amazing teachers. അവിടെ എല്ലാം GHUA നമ്മുടെ തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആയി. പ്രഷർ, എൻട്രോപ്പി, വോളിയം, ടെമ്പറേച്ചർ നമ്മളെ വേരിയബിൾസും ആയി. ഇതിൽ നിന്ന് ജിയും പിയും ഒക്കെ എങ്ങനെ വേരി ചെയ്യുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ DGയുടെ ഇക്വേഷൻ DG is equal to DP DT എഴുതും. എന്നിട്ട് നമ്മൾ VDP മൈനസ് STT ഈ ഒരു ഇക്വേഷൻസ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സ്വെൽ റിലേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിലൊരു അറൌണ്ട് 16 റിലേഷൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
പിന്നെ ഇന്റേണൽ പ്രഷർ കാണുന്ന ഫസ്റ്റ് തെർമോഡൈനാമിക് ഇക്വേഷൻസ്, സെക്കൻഡ് തെർമോഡൈനാമിക് ഇക്വേഷൻസ്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വരുന്നത് കാർനോട്ട് എഞ്ചിനാണ്. കാർനോട്ട് എഞ്ചിനിൽ ഏതൊക്കെ പ്രോസസ് ആണുള്ളത്? ഐസോ തെർമൽ, അഡിയബാറ്റിക്, അങ്ങനെയുള്ള കംപ്രഷൻ, എക്സ്പാൻഷൻ, ആ ഏതൊക്കെ പ്രോസസ് ആണ് വരുന്നത്? അതിൽ കുറച്ച് ഗ്രാഫ്സ് ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അതൊക്കെ നോക്കി വെക്കുക. അതിലെ ഓവറോൾ വർക്ക് ഡൺ എങ്ങനെയാണ്, അതിന്റെ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ. ലാസ്റ്റ് വന്ന ഗേറ്റ് എക്സാമിന് നമുക്ക് ഇങ്ങനെ ഒരു എഫിഷ്യൻസി കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ പി വി വർക്ക് ചിലപ്പം ഗ്രാഫ് തന്നിട്ട് പി വി വർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഇതുണ്ടല്ലോ, അഡിയബാറ്റിക്, കംപ്രഷൻ, എക്സ്പാൻഷൻ, അതിന്റെ ഒക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഐസോതെർമൽ വർക്ക് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വർക്ക്? 2.303 RT/ln P2/P1 അല്ലെങ്കിൽ V2/V1, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പി വി വർക്ക് കാണാനുള്ള ഇക്വേഷൻസ്. പിന്നെ നമ്മൾ എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ഓഫ് സൊല്യൂഷൻ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഫേവറേറ്റ് ടോപ്പിക് ആണെന്ന് പറയാം. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആണ്, ഡെൽറ്റ മിക്സിംഗ്, ഡെൽറ്റ എസ് മിക്സിംഗിന്റെ ഇക്വേഷൻസ്, 2-3 തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസും നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ തെർമോഡൈനാമിക്സിൽ ഇഷ്ടം പോലെ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ മാക്സ്വെൽ റിലേഷൻ തന്നെ ഉണ്ട് നമുക്ക് അറൌണ്ട് ഒരു 18, ഒരു 16. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ബൈഹാർട്ട് ചെയ്യാം. പിന്നെ തെർമോഡൈനാമിക്സ് പഠിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. ഇക്വേഷൻസ് പരസ്പരം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം, എങ്കിൽ മാത്രമേ തെർമോഡൈനാമിക്സ് ഈസി ആവുള്ളൂ. അപ്പൊ അതിൽ കുറച്ച് ഇത്രയും കാര്യങ്ങളാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ്. പിന്നെ നമ്മളെ ക്വാണ്ടം കെമിസ്ട്രി, സ്പെക്ട്രോസ്കോപ്പി വരികയാണെങ്കിൽ ക്വാണ്ടം കെമിസ്ട്രി ഇസ് എ വാസ്റ്റ് സബ്ജക്ട്. അതിൽ കുറേ ഉണ്ട്, 1D ബോക്സ്, 3D ബോക്സ്, അതിലുള്ള എനർജീന്റെ ടേംസ്. എനർജി വരുമ്പം അവർ ചിലപ്പം N1, N2, N3 ഒക്കെ വാല്യൂസ് തന്നിട്ട് ഈ എനർജി സ്റ്റേറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്ന ഓപ്പറേറ്ററിന്റെ കമ്മ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റർ. കമ്മ്യൂട്ടേഷനെ നമ്മൾ ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം AB - BA ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അതാണ് കമ്മ്യൂട്ടേറ്റ്, എയും ബിയും 2 ഓപ്പറേറ്റർ ആണ്, അവർ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഒരു റിലേഷൻ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് അതിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ eigen വാല്യൂസും eigen ഫംഗ്ഷൻസും, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ eigen വാല്യൂസ് ചോദിക്കാം, ഇത് eigen ഫംഗ്ഷൻ ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ക്വാണ്ടം കെമിസ്ട്രി നമുക്ക് വാസ്റ്റ് ടോപ്പിക്, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയുന്ന ടോപ്പിക്സ് ഇതായിരിക്കും. ഇതിലും കൂടുതൽ കുറെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, ഇഷ്ടം പോലെയുള്ള ടോപ്പിക്കാണ് ക്വാണ്ടം കെമിസ്ട്രി. അപ്പൊ ക്വാണ്ടം കെമിസ്ട്രി നമുക്ക് അത്ര ചുരുക്കാൻ പറ്റത്തില്ല, പക്ഷെ എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റൊട്ടേഷൻ, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിൽ രാമൻ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിക്ക് നമുക്ക് IR ഉണ്ട്, രാമൻ ഉണ്ട്, അതുപോലെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അതിൽ റൊട്ടേഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് റൊട്ടേഷനിൽ എത്ര ടൈപ്പ്, ഒബ്ലേറ്റ്, അതുപോലെ ഒബ്ലേറ്റ് മോളിക്യൂളും, റോട്ടർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സ്പെറിക്കൽ ടോപ്പ് ആണോ, അതുപോലെ ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ, അങ്ങനെയുള്ള ടൈപ്പ് ഉണ്ട്. അതിനെ ഒബ്ലേറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ടൈപ്പ് മോളിക്യൂൾസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് നോക്കണം. NH3 വരുമ്പോൾ അത് ഏത് ടൈപ്പിലാണ് പെടുന്നത് എന്നുള്ളത്. ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണോ അതോ കോൺ ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ ഏതിലേക്കാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അവർ ചോദിക്കും ഇത് ഏത് സ്പെറിക്കൽ ടോപ്പ് ആണോ അതോ സാധാരണ നമ്മുടെ ലീനിയർ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ കുറച്ച് മോളിക്യൂൾസിന്റെ ഇതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഐസോടോപിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മോളിക്യൂൾ ഉണ്ട്, അതിനെ CH ആണ് ഒരു മോളിക്യൂളിലുള്ള ഒരു ഇത്, അതുപോലെ CD-യിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം കൊണ്ടുവരികയാണ്. ഐസോടോപിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ചേഞ്ച് ഇൻ B വാല്യൂ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. ആ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ മ്യൂ ആണ് വരിക. അപ്പൊ മ്യൂ കൂടുന്നതിനനുസരിച്ച് B കുറയും. മ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ റെഡ്യൂസ്ഡ് മാസ് ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്, B ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ എന്ന് പറയുന്നത്. അപ്പൊ മ്യൂ കൂടുമ്പോൾ B കുറയും. മ്യൂ ഇവിടെ കൂടുതലല്ലേ ചെയ്ത, ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഹൈഡ്രജനേക്കാളും വലിയ സൈസ് ആണ്. അപ്പൊ അതിന്റെ റെഡ്യൂസ്ഡ് മാസ് കൂടുതൽ, അപ്പം B കുറയും. അപ്പൊ എങ്ങനെയാണ്, എത്രത്തോളം അത് കുറയുന്നുണ്ട് എന്നുള്ള അങ്ങനെയുള്ള റിലേഷൻസ് നമ്മൾ ഈസി ആയിട്ട് ട്രിക്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അങ്ങനെയുള്ളത് നോക്കി വെക്കണം. അതുപോലെ ചേഞ്ച് ഇൻ വൈബ്രേഷൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റൂട്ട് ഓഫ് K/μ, അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, Kക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, മ്യൂക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റൂട്ട് ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ വൈബ്രേഷൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ന്യൂല് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ IR ആണെങ്കിലും അതിൽ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. IR വേറെ കുറെ കാര്യങ്ങൾ, കൈ വരുന്ന ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് നമ്മളോട് ചോദിക്കും, അങ്ങനെയുള്ള ചോദിക്കാനുണ്ട്. പിന്നെ നമുക്ക് രാമനും വൈബ്രേഷനും റൊട്ടേഷനും ഇവർ കപ്പിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് നമുക്കൊരു പാറ്റേൺ തരും, അതിൽ ഓരോ ഡിഫറൻസ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്
റൊട്ടേഷൻ ആണെങ്കിൽ 2b ഡിസ്റ്റൻസ് ആണ് വരിക. ഇനി ഇത് നമ്മുടെ രാമനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് 4b ആയിട്ട് മാറും. അങ്ങനെയുള്ള ചില ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഇത് സ്പെക്ട്രോസ്കോപ്പി പഠിച്ചവർക്ക് ഓർമ്മയിൽ വരുന്നുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബിയുടെയും ന്യൂവിന്റെയും ഒക്കെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ചോദിക്കുക, ന്യൂ ബാർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. സെക്കൻഡ് ഓവർടോൺ, ഫസ്റ്റ് ഓവർടോൺ, ഇതൊക്കെ വൈബ്രേഷൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇതിലധികം വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ കെമിക്കൽ സയൻസ് എന്ന് പറയുന്നത്. വലിയ ടോപ്പിക്കാണ്. ഇത് മാത്രം പഠിച്ചു പോകണം എന്നല്ല പറഞ്ഞത്. ലാസ്റ്റ് നമ്മളൊരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ കുറച്ചും കൂടി റിവിഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും മറച്ചു നോക്കാണ്ട് പോകരുത്. എല്ലാം നല്ല വൃത്തിക്ക് തന്നെ പഠിക്കണം. കാരണം നമുക്ക് ഇപ്പം വരുന്ന എക്സാംസ് ഒക്കെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ച് തന്നെ നോക്കണം. അപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് എക്സാംസ് വരുന്നത് കൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. അപ്പൊ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.